ഈ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ടോ? ഞാൻ പറയും ഉണ്ട്. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല ഉത്തരം. കേട്ടോ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്തരവുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല ദൈവസന്നിധിയിലുള്ള ഉത്തരം. മനസ്സിലായോ? ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരവുണ്ട്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കില്ല എപ്പോഴും ഉത്തരം. ദൈവത്തിന് കൃത്യമായിട്ടൊരു ഉത്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. എപ്പോഴും ഓർക്കേണ്ട കാര്യതാ. ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ വരും. ചിലപ്പോൾ എൻ്റെ കടബാധ്യത മാറാൻ, രോഗം മാറാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ, മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഒരു കൊച്ചുണ്ടാകാൻ വേണ്ടി, ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആണല്ലയോ? അതെ. പക്ഷെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടാറുണ്ടോ? ഇല്ല. വൈ? ചില കാര്യങ്ങൾ എന്തോരം പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ തീരുമാനം വേറെയായിരിക്കും. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വ്യക്തമായിട്ട് പ്രാർത്ഥിച്ച ഈശോയുടെ കാര്യം നിങ്ങൾക്കറിയാം. എന്താണ് ഈശോ പ്രാർത്ഥിച്ച? കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റിക്കൊടുത്തോ. അപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടെ ഉത്തരം കിട്ടിയോ? ഇല്ല. കിട്ടി, പക്ഷെ ദൈവത്തിൻ്റെ തീരുമാനം വേറെയായിരുന്നു. ഞാൻ എല്ലാ മക്കളോടും പറയുന്ന കാര്യം ഇതാ. ചില കാര്യങ്ങൾ ജീവിതത്തിൽ, ചില സഹനങ്ങൾ, ചില വേദനകൾ, ചില സങ്കടങ്ങൾ എന്തോരം പ്രാർത്ഥിച്ചാലും മാറത്തില്ല. ചില വേദനകൾ സഹിച്ചേ മതിയാവൂ. ഒരപ്പനാണെങ്കിൽ ചില വേദനകൾ ഏറ്റെടുക്കേണ്ടി വരും. ഒരമ്മയാണെങ്കിൽ ചില വേദനകൾ ഏറ്റെടുക്കേണ്ടി വരും. ചില നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നിൻ്റെയൊക്കെ ജീവിതം വിശുദ്ധമായി തീരുക, അനുഗ്രഹമുള്ളതായി മാറുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരവുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല ഉത്തരം. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യതാ. ഈ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു മനുഷ്യനുണ്ടാവും, ആർത്തർ ആഷെ. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച്? ആർത്തർ ആഷെ ഒരു വിംബിൾഡൺ കളിക്കാരനാണ് കേട്ടോ. വിംബിൾഡൺ കളിക്കാരൻ. നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പഴയ ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടിയൊക്കെ അറിയാൻ പറ്റിയിരിക്കും. ആർത്തർ ആഷെ ഒരു വിംബിൾഡൺ കളിക്കാരനാണ്. അദ്ദേഹത്തിന് രക്തം സ്വീകരിക്കുന്നത് വഴി 1-ാം നമ്പർ താരമൊക്കെ ആയിരുന്നു കേട്ടോ. വിംബിൾഡൺ എന്ന് വെച്ചാൽ ഈ ഷട്ടിലിൻ്റെ ഒരു വകഭേദം. ടെന്നീസ് കളിയാന്ന് ചിന്തിച്ചാൽ മതി. ടെന്നീസ് കളിയുടെ വകഭേദമാണ് വിംബിൾഡൺ കേട്ടോ. അങ്ങനെ ചിന്തിച്ചാൽ മതി. വിംബിൾഡൺ കിരീടം ചൂടിയ ഒരു മനുഷ്യനാണ് ആർത്തർ ആഷെ. അദ്ദേഹത്തിന് ഈ ക്യാൻസർ രോഗം ബാധിച്ച ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം, എയ്ഡ്സ് രോഗം ബാധിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എയ്ഡ്സ് രോഗം ബാധിച്ചു കഴിഞ്ഞിട്ട് ഒത്തിരി സങ്കടത്തിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ലോകം 1-ാം നമ്പർ താരം, ലോകത്തിന് നെറുകയിൽ നിന്ന താരം, എല്ലാവരുടെ മുമ്പിൽ എല്ലാം ആയിത്തീർന്ന ഒരു താരം. ആ താരത്തിന് എയ്ഡ്സ് എന്ന മാരകമായിട്ടുള്ള അസുഖം പിടിപെട്ട് കഴിഞ്ഞപ്പോൾ, രക്തസംബന്ധമായൊരു അസുഖത്തിൽ അദ്ദേഹം രക്തം സ്വീകരിക്കുന്നത് വഴിയാണ് ഇദ്ദേഹത്തിന് എയ്ഡ്സ് എന്ന രോഗം പിടിപെടുന്നത്. ഇദ്ദേഹത്തിന് എയ്ഡ്സ് എന്ന മാരകമായിട്ടുള്ള അസുഖം പിടിപെട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരാധകരും ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഇദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും മാരകമായിട്ടുള്ളൊരു അസുഖം താങ്കൾക്ക് തന്നേ? എന്തുകൊണ്ടാണ് താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാത്തേ? എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയും ലോകത്തിൻ്റെ നെറുകയിൽ നിന്നിട്ട് ദൈവം ഇങ്ങനൊരു പാതകം താങ്കളോട് ചെയ്തത്? ഇദ്ദേഹത്തിൻ്റെ കത്തുകളിലൂടെയും ടെലിഫോണിലൂടെയും, അന്നത്തെയും നമ്മുടെ വാട്സപ്പോ ഫേസ്ബുക്കോ അങ്ങനെയൊന്നും ഇല്ല അധികം. അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി ലെറ്ററുകളും ഒത്തിരി ഫോൺ കോളുകളും, പണ്ടത്തെ ഫോൺ കോളുകളൊക്കെ വരാൻ തുടങ്ങി. അദ്ദേഹം തൻ്റെ ആരാധകരോടും തൻ്റെ കുടുംബത്തിലുള്ളവരോടൊക്കെ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഏറ്റവും ശക്തമായൊരു മറുപടി. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ, ചില സഹനങ്ങളിലൂടെ, ചില കുരിശുകളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, ഈ ആർത്തർ ആഷെ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ പറഞ്ഞൊരു ഉത്തരം മനസ്സിലുണ്ടാകണം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അത് ഞാനത് കൃത്യമായിട്ട് എഴുതി വായിക്കാം കേട്ടോ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആർത്തർ ആഷെ അവർക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. ലോകത്ത് 5 കോടി ജനങ്ങൾ ടെന്നീസ് കളിക്കാനായിട്ട് ആരംഭിച്ചു. 50 ലക്ഷം പേര് കളി പഠിച്ചു. 5 ലക്ഷം പേര് പ്രൊഫഷണൽ കളിക്കാരായി. 50,000 പേര് വിവിധ കളികൾക്കായിട്ട് ക്ഷണിക്കപ്പെട്ടു. 5,000 പേര് ഗ്രൗണ്ടിൽ പൊരുതി. 50 പേര് വിംബിൾഡണിലെത്തി. അവസാനം 4 പേര് സെമി ഫൈനലിലെത്തി. ഈ സെമി ഫൈനലിൽ നിന്ന് 2 പേര് മാത്രം അടങ്ങുന്ന ഫൈനൽ മത്സരത്തിൽ മത്സരിച്ച്
അവസാനം ഒന്നാമനായി കപ്പനർഹനായി ലോകത്തിൻ്റെ നെറുകയിൽ 1-ാം സ്ഥാനം വാങ്ങിച്ച് വിംബിൾഡൺ കിരീടം ചൂടി 1-ാം സ്ഥാനത്തെത്തി നിന്നപ്പോഴും ലോകത്തിൻ്റെ നെറുകയിൽ എൻ്റെ രാജ്യത്തിൻ്റെ പതാക ഏന്തി ഈ 5 കോടി ടെന്നീസ് കളിക്കാൻ ആരംഭിച്ച എല്ലാ കളിക്കാരെയും തോൽപ്പിച്ച് 1-ാം സ്ഥാനം അർഹമായി ഞാൻ ഒത്തിരിയേറെ സന്തോഷിച്ച് നിന്നപ്പോഴും ഞാൻ ഒരിക്കലും ദൈവത്തോട് ചോദിച്ചില്ല, ദൈവമേ എന്തുകൊണ്ടാണ് നീ എനിക്ക് 1-ാം സ്ഥാനം തന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഇന്ന് എനിക്ക് 1-ാം സ്ഥാനം തന്നത്? ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യമാണ് വളരെ ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട വചനം. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാ? എനിക്ക് 1-ാം സ്ഥാനം തന്ന തമ്പുരാൻ, ആ തമ്പുരാനോട് ഞാൻ ഒരിക്കലും ചോദിച്ചില്ല, ദൈവമേ എന്തുകൊണ്ടാണ് നീ എനിക്ക് 1-ാം സ്ഥാനം തന്നതെന്ന്. എനിക്ക് സന്തോഷവും ദുഃഖവും തരുന്ന തമ്പുരാന് എനിക്ക് സങ്കടങ്ങളും സഹനങ്ങളും നൊമ്പരങ്ങളും തരാനും അവകാശമില്ലേ? ഒന്നുകൂടി അച്ഛൻ ചോദിക്കാം. എനിക്ക് സന്തോഷവും സുഖവും തരുന്ന തമ്പുരാന് എനിക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളും തരാനും അവകാശമില്ലേ? ഓർണോ? തന്ന സ്വീകരിക്കോ? മിണ്ടാണ്ടിക്ക്. തന്ന സ്വീകരിക്കോ? ഇല്ല. നമ്മൾ ചില സഹനങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇച്ചിരി സഹനങ്ങൾ ദൈവം തരാ. നമ്മൾ പറയോ, ദൈവമേ ഐ എം ഓക്കെ, റെഡി ഫോർ ദാറ്റ്? പറയോ? ഇല്ല. കറക്റ്റാ. നമ്മൾ പാടാറില്ലേ? എന്നിട്ടൊന്ന് കഷ്ടങ്ങൾ നിർത്തണം, ആ പാട്ട് നിർത്തണം കേട്ടോ. ഒന്ന് പാടി നിങ്ങൾക്കൊന്ന് പാടി. കഷ്ടങ്ങൾ സാരമില്ല, എന്തിൻ്റെ കനം ഓർത്തിടുമ്പോ? നിത്യ തേജസ്സിൻ കനം ഓർത്തിടുമ്പോ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ. ഒന്നുകൂടി ഒന്ന് ശബ്ദത്തിലൊന്ന് പാടിയേ. റെഡി. ഈ ചേട്ടന്മാരൊക്കെ ഒന്ന് പാടണം കേട്ടോ. ഈ ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ആർക്കാ? ആണുങ്ങൾക്കാ. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് ആർക്കാന്നറിയോ? ആണുങ്ങൾക്കാ. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും കുറവ് ഹാർട്ട് അറ്റാക്ക് വരുന്ന ആർക്കാ? സ്ത്രീകൾക്കാ. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല ദൈവമേ, ദൈവമേ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നൊരു സ്ത്രീ മരിച്ചു. ഞാൻ വായിച്ചിട്ടില്ല ഇതുവരെ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ സത്യമായിട്ടാണ്, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഹാർട്ട് അറ്റാക്ക് വന്നൊരു സ്ത്രീ മരിച്ചു. പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്ന് പുരുഷന്മാർ മരിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ഇവർ ജന്മത്തെ അനങ്ങത്തില്ല. ഇവിടെ വന്ന് കുറേ ഇരിപ്പുണ്ട് ഇങ്ങനെ. കത്തനാരെ എന്തെങ്കിലും പറഞ്ഞ് പൊക്കോ, ഞാൻ അനങ്ങത്തില്ല കേട്ടോ, പാടത്തില്ല, ചിരിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ ചെയ്ത ചത്തുവും. ഈ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരാത്തതെന്നറിയോ? എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരാത്തത്? ഇവർ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും കുറ്റം പറഞ്ഞ് ജീവിക്കണോണ്ട് ജീവിതത്തിൽ ഹാർട്ട് അറ്റാക്ക് വരില്ല. ശരി അല്ല, ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ, നോട്ട് നെഗറ്റീവ്, ഇറ്റ്സ് എ പോസിറ്റീവ് കേട്ടോ. നിങ്ങൾ ചിന്തിച്ചോക്കെ, ഇവർക്കൊരു സങ്കടം വന്ന, ഒരു ദേഷ്യം വന്ന, ഇപ്പോൾ ഭർത്താവിനോടാണ് ദേഷ്യം, ഭർത്താവിനോടാണ് സങ്കടം, അവരെവിടെ തീർക്കും? കുട്ടികളുടെ തീർക്കും ഇല്ലേ? തീർക്കും. ഇനി കുട്ടികളോടും ഭർത്താവിനോടാണ് ദേഷ്യം, എന്തെറിയും? വീട്ടിലെ വല്ല പട്ടിയോ പൂച്ചയോ അവിടെ തീർക്കും. ഇനി അവരോടാണ് ദേഷ്യം, എല്ലാവരോടും ദേഷ്യം, പിന്നെന്ത് ചെയ്യും? വീട്ടിലെ പാത്രങ്ങളോട് തീർക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ പാത്രമുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. സ്ത്രീകളുടെ ഒരു ഗുണം അതാ, എവിടെയെങ്കിലൊക്കെ ഈ വിഷമങ്ങളൊക്കെ തീർക്കും. നമ്മളോ ഇതിങ്ങനെ പേടിച്ചിട്ടുകൊണ്ടിരിക്കുക. കുറച്ച് കാലം ഇതൊക്കെ നിറഞ്ഞങ്ങോട്ട് പൊട്ടും. അതാണ് എന്ത്? ഹാർട്ട് അറ്റാക്ക്. അതുകൊണ്ട് ഞാൻ പറയാ, ചത്തുപോവും. നിങ്ങളെ നോക്കിയിട്ട് പറയും, ദൈവമേ നാളെ ഒരെണ്ണം പോവല്ലേട്ടോ, ചത്തുപോവും. അതുകൊണ്ട് പാട് കേട്ടോ. നമുക്കൊന്ന് പാടാം, ഒന്നിച്ചൊന്ന് പാടാം, ഭയങ്കര ശക്തിയോടെ പാടാം. ഒന്ന് പാടിയേ. കഷ്ടങ്ങൾ സാരമില്ല, ഞൊടി നേരത്തേക്കുള്ള കണ്ണുനീർ. മതി. എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ ദേഷ്യ. കഷ്ടങ്ങൾ സാരമില്ല.
കണ്ണുനീർ സാരില്ല. നമ്മൾ ആരെങ്കിലും പറയോ ദൈവമേ കഷ്ടങ്ങൾ സാരില്ല? പറയോ? ആ, പക്ഷെ പാട്ടിനൊന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല പാട്ടാ കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ജീവിതത്തിലൊരു ക്യാൻസർ വരാ, ദൈവത്തോട് പറയാം ദൈവമേ ക്യാൻസർ, ഐ എം ഓക്കെ, റെഡി ഫോർ ദാറ്റ്, നോ പ്രോബ്ലം, ഹല്ലേലൂയ. പറയോ? ഇല്ല. നമ്മൾ പറയത്തില്ല കർത്താവേ എനിക്ക് ക്യാൻസർ തരില്ലേന്ന് പ്രാർത്ഥിക്കുള്ളൂ. ദൈവമേ എന്തിനാ ക്യാൻസർ ആണെന്നാ ചോദിക്കത്തുള്ളൂ. ഒരിക്കലും ക്യാൻസർ തന്ന ദൈവത്തിന് നന്ദി പറയോ? ഇല്ല. കടബാധ്യത ഒരു 10-35 ലക്ഷം രൂപ കടം തരാണ്. നിങ്ങൾ പറയാ ദൈവമേ നന്ദി പറയോ? എന്നിട്ട് നിങ്ങൾ പാടാ കഷ്ടങ്ങൾ. വേറൊരു പാട്ടുണ്ട്, പണ്ടത്തെ ഒരു പാട്ട്, അത് പാടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് പാടി പതിഞ്ഞൊരു പാട്ടുണ്ട് നമ്മുടെയൊക്കെ നാട്ടില്. ഏതാണ്? ദുഃഖത്തിൻ്റെ പാനപാത്രം നിർത്ത്, ഉച്ചത്തിപ്പാട് കേട്ടോ, ഉച്ചത്തിപ്പാട്, ചത്തുവും പാട് കേട്ടോ. നമുക്ക് ഒന്നിച്ചൊന്ന് പാടാം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ നല്ല പാട്ടാ കേട്ടോ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടെ ഞാനത് വാങ്ങിച്ചിട്ട് ദൈവത്തിന് പറയോ? ഇല്ല. പക്ഷെ നമ്മൾ പാടും. അടുത്ത വരി എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്? ദോഷമായിട്ടൊന്നും എന്നോ പൊന്നോ കേട്ടാ, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ നാഥൻ ചെയ്യുകയില്ല. പിന്നെ എന്നെ അവൻ അടിച്ചാലും. പാട്ടൊക്കെ കറക്റ്റാണ്, പക്ഷെ ഇത് ജീവിതമായിട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റുമോ? ഞാൻ പറയും ഈ 2 പാട്ടും നിർത്തലാക്കണം. കാരണം എന്താ? ഇത് പാടുന്നവനും ഈ പാട്ടും തമ്മിൽ ഒരു ബന്ധമില്ല. നമ്മളെല്ലാവരും ദൈവത്തോട് വന്ന് പ്രാർത്ഥിക്കും, ദൈവമേ കടബാധ്യത മാറ്റ്, തരലേ, രോഗങ്ങൾ തരലേ, പ്രശ്നങ്ങൾ തരലേ, സങ്കടങ്ങൾ തരലേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ പറയാ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടെ അത് വാങ്ങിച്ചിട്ട് ദൈവമേ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം ഈ മനുഷ്യൻ ആരെ എഴുതിയ പാട്ടാ? സാധു കൊച്ചുകുഞ്ഞെന്ന് പറഞ്ഞൊരു ഉപദേശം എഴുതിയ പാട്ടാ. എപ്പോഴെഴുതണേ? തൻ്റെ മകൻ മരിച്ചു കിടക്കുമ്പോൾ എഴുതിയൊരു പാട്ടാ. തൻ്റെ ഒത്തിരി സ്നേഹിച്ച് താൻ ഒത്തിരിയേറെ ചേർത്ത് പിടിച്ച സാമുവേൽ എന്ന് പറയണ തൻ്റെ 2ാമത്തെ മകൻ മരിച്ചു പോയപ്പോൾ ഒരു മനുഷ്യൻ എഴുതിയ പാട്ടാ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടെ ഞാനത് വാങ്ങിച്ചിട്ട് ദൈവത്തിന് ഹല്ലേലൂയ പറയുന്നു. സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോഴും ദൈവത്തിന് ഹല്ലേലൂയ പറയുന്നു. നമുക്ക് പറ്റുമോ? വായങ്ങടെ തുറക്ക്. പറ്റുമോ? പിന്നെ എന്തുട്ടിനെ പാടണേ? അപ്പൊ ഞാൻ പറയാം, നിങ്ങൾക്കത് പറ്റിയാലാ ക്രിസ്ത്യാനി എന്ന് പറയാൻ പാടുള്ളൂ. ജീവിതത്തിലെ സഹനങ്ങളെയും കുരിശുകളെയും ജീവിതത്തോട് ചേർത്ത് വെച്ച് സഹിക്കാൻ നിങ്ങൾക്ക് പറ്റിയാലാ നിങ്ങൾ ക്രിസ്ത്യാനിയാവുള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം തിരുവചനം ഒന്നെടുത്തേ. മത്തായി 10:38. ആങ്കർ മോളെ അത് വായിക്കി. മോളുടെ പേരെന്നാ? അലീന സണ്ണി. അലീന മതി. വായിക്കി. സണ്ണി ചേട്ടൻ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേരും കേട്ടോ, ഞാൻ നിന്റെ പേര് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടോ. പറ. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. യെസ് കേട്ടോ, അതൊന്നും എടുത്തു വായിക്കേണ്ട സാധന. എന്താണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം തിരുവചനം ഒന്നുകൂടി വായിച്ച മോളെ. തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. നിങ്ങൾ പറയാ ദൈവമേ എനിക്ക് കടബാധ്യത വേണ്ട എന്ന് പറയുന്നവൻ ദൈവത്തിന് യോഗ്യനാണോ? തേങ്ങപ്പൂള് പോലെ ഇരിക്കാതെ ഉത്തരം പറ. ആണോ? അല്ല. വചനം പറയല്ല എന്ന്. അടുത്ത വചനം കൂടി വായിച്ച മോളെ, ചേർത്ത് വെക്കുന്ന വചനം വായിച്ച മോളെ.
തന്റെ ജീവനെ കണ്ടെത്തിയവൻ ആ. അതിനെ കളയും. ആ എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ആ മതി. കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിന്റെ ജീവിതത്തിലെ കുരിശെടുക്കാതെ എൻ്റെ പിന്നാലെ വരുന്നു എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നീ ശുദ്ധ നുണ പറയാ. നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലെ കുരിശുകളുണ്ട്, ഇല്ലേ? ഉണ്ടോന്ന് ഇല്ലയോ? പറ. ഉണ്ട്. ആ കുരിശുകളെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ നടക്കാനാണ് തമ്പുരാൻ പറയണേ. നിന്റെ രോഗമായിക്കോട്ടെ, കടബാധിത ആയിക്കോട്ടെ, ജീവിതത്തിലെ പ്രശ്നങ്ങളായിക്കോട്ടെ, സങ്കടങ്ങളായിക്കോട്ടെ, ജീവിതത്തിൽ എന്തു ആയിക്കോട്ടെ, നീ അതെടുത്തുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ നടക്ക്. നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഓർത്തു നോക്കിയേ, ഞാൻ സത്യം പറഞ്ഞ് ചിന്തിച്ചിട്ടുണ്ട്, ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ഈ ഔസപിതാവും മാതാവും സന്തോഷിച്ച ദിവസമാണോ ക്രിസ്മസ്? ആണോ? ആണോ? അല്ല. അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നിറഞ്ഞൊരു ദിവസമായിരുന്നു ക്രിസ്മസ്. നമ്മളതിനെ നക്ഷത്രം തൂക്കിയും പപ്പാനി പാടിയും എന്തൊട്ടൊക്കെ കോമാളിത്തരം കാണിക്കാൻ പറ്റുമോ അതുപോലൊക്കെ കോമാളിത്തരം കാണിച്ച് ആഘോഷിക്കുന്നുണ്ട്. കേക്ക് മുറിച്ച് വീഞ്ഞു കുടിച്ച് ആഘോഷിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ആ ഔസപിതാവും മാതാവും ഒന്ന് കിടന്നുറങ്ങാൻ കൊതിച്ച ദിവസമായിരുന്നു ക്രിസ്മസ്. ഒത്തിരി കരഞ്ഞ ദിവസമായിരുന്നു ക്രിസ്മസ്. ഒത്തിരി നെടുവീർപ്പിട്ട ദിവസമായിരുന്നു ക്രിസ്മസ്. ശരിയല്ലേ? ആണല്ലയോ? വലതുകൈ ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്തിനത് പറഞ്ഞു പറയാം? മക്കളെ, ജീവിതത്തിൽ കുരിശുകൾ എടുക്കണം, സങ്കടങ്ങൾ എടുക്കണം, ചില സഹനങ്ങൾ ജീവിതത്തിൽ ചേർത്ത് പിടിക്കണം. അപ്പോഴാ നിന്റെ ജീവിതത്തിൽ ക്രിസ്മസ് ഉണ്ടാവാ. അപ്പോഴാ നിന്റെ ജീവിതത്തിൽ ഉണ്ണി വന്ന് പിറക്കാ. അപ്പോഴാ നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാ. അപ്പോഴാ നിന്റെ കുടുംബത്തിലെ മാലാഖമാര് വരിക. അപ്പോഴാ നിന്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ ഐശ്വര്യം ഉണ്ടാവാ. കേട്ടോ? കേട്ടോ? ഈ ബൈബിളിൽ വളരെ സുന്ദരമായൊരു വചനമുണ്ട്, ചെവിയുള്ളവൻ ചെവിയുള്ളവൻ ചെവിയുള്ളവൻ. എന്തിനാ കർത്താവ് അങ്ങനെ ഒരു വചനം പറഞ്ഞേ? എല്ലാവർക്കും ചെവിയുണ്ടെന്ന് ആർക്കറിയാം? എൻ്റെ പൊന്നൊന്ന് പറ. ആർക്കറിയാം? കർത്താവിനറിയാം. എല്ലാവർക്കും ചെവിയുണ്ട്. പിന്നെ എന്തിനാ കർത്താവ് അങ്ങനെ പറഞ്ഞേ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്തോരം പറഞ്ഞാലും കേറാത്ത ചില ജന്മങ്ങള് അന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളാ പറഞ്ഞിട്ടുള്ളത്. കേട്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? കടബാധ്യത ആയിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, സഹനങ്ങളായിക്കോട്ടെ, കുരിശുകളായിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, എൻ്റെ ജീവിത പങ്കാളി, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ദൈവമേ, എൻ്റെ ജീവിത പങ്കാളി എന്നും കുടിച്ചു വരാ. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഇതിനെ മാറ്റി വേറൊരെണ്ണത്താ. പറ്റുമോ? 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 ചില ചേച്ചിമാർക്കൊരു സന്തോഷം, ദൈവമേ അങ്ങനെങ്ങാനും പറ്റിയ. കേട്ടോ? ചില സഹനങ്ങളെ മാറ്റാൻ പറ്റില്ല. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, നീ പരിശുദ്ധാത്മാവിനിൽ ഗർഭവതിയാകും. അമ്മ ചോദിച്ചു, ദൈവമേ ഇതെങ്ങനെ? എങ്ങനെ? നോ ഐഡിയ അറ്റ് ഓൾ. ഒന്നും അറിയില്ല. മുമ്പിൽ നിൽക്കാ സഹനങ്ങള്. അമ്മയ്ക്കറിയാം, വയറ് വീർത്തു എന്ന് കണ്ട അപ്പ പ്രശ്ന. നാട്ടുകാർ ചോദിക്കും, എടി ആരാടി ഉത്തരവാദി? നിന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഉറപ്പിക്കല കഴിഞ്ഞിട്ടുള്ളൂല്ല. എന്താ പരിപാടി? നീ പാപം ചെയ്യാൻ പോയാ? തീർന്നു. ചിന്തിച്ചു നോക്ക്. ജീവിതത്തിലെ മുഴുവൻ സഹനങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴും പരിശുദ്ധമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി. യെസ്, ഐ ആം റെഡി ഫോർ ദാറ്റ്. ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെയാ. ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും മക്കളെ, സഹനങ്ങൾ ഉണ്ടാകും, കുരിശുകൾ ഉണ്ടാകും, ദുരിതങ്ങൾ ഉണ്ടാകും. ആ ദുരിതങ്ങളുടെ നടുവിലും ദൈവത്തോട് കൂടെ നിന്ന് ദൈവമേ ഹല്ലേലൂയ എന്ന് പറയാൻ നിന്റെ അതരങ്ങൾക്ക് കഴിയുമ്പോഴാ നിന്റെയൊക്കെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുക. വലുതര ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 13-ാം തിരുവചനം ഒന്ന് വായിച്ചേ. മർക്കോസ് 13:13. എന്റെ നാമം നിമിത്തം, എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എന്നാൽ അവസാനത്തോളം, ഈ വചനമാണ് ചേർത്ത് വെക്കണേ. എന്നാൽ അവസാനത്തോളം സ്നേഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. സ്നേഹിച്ചാണോ സഹിച്ചാണോ? നോക്കടി. സഹിച്ചു നിൽക്കുന്നവൻ. ഇടുക്കി ഞാൻ അവസാനം വരെ സ്നേഹിച്ചിരിക്കണതാ. അവള് നല്ല കൊച്ചായിട്ടോ. അതുകൊണ്ടാണ് അവള് കൃത്യമായിട്ട് സ്നേഹത്തിന്റെ കാര്യമൊക്കെ പറയണത്. കേട്ടോ? ഞാനും കൈട്ടൊക്കെ വചന സഹനമാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ. കേട്ടോ? അതൊന്നുകൂടി വായിച്ചാലേ മോളെ. അവസാനം വരെ, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും.
നിന്റെ ജീവിതത്തിൽ അവസാനം വരെ നിനക്ക് സഹിക്കാൻ പറ്റുമോ? നിന്റെ ജീവിതത്തിന് രക്ഷയുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? നിന്റെ ജീവിതത്തിന് രക്ഷയുണ്ട്. നിന്റെ ജീവിതത്തിന്റെ കടഭാരത്തിന്റെ നടുവിലും രോഗങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? നിന്റെ ജീവിതത്തിന് രക്ഷയുണ്ട്. നിങ്ങൾ ഈ പുൽക്കൂട്ടിലേക്ക് ചെല്ലുമ്പോ നിങ്ങൾ കണ്ടെത്തുന്ന വ്യക്തികളൊക്കെ അങ്ങനെ ജീവിച്ചവരാ. ഔസേപ്പിതാവ് അല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ആ മനുഷ്യൻ മിണ്ടിയിട്ടില്ലെന്ന്. മിണ്ടിപ്പോയ പ്രശ്നമാണ്. കാരണം എന്താ? അവന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരപ്പനവൻ സ്വന്തം മകന് നല്ലൊരു പ്രസവ ശുശ്രൂഷ കൊടുക്കാൻ പോലും, സ്വന്തം ഭാര്യയ്ക്ക് ഒരു നല്ല പ്രസവ ശുശ്രൂഷ കൊടുക്കാൻ പോലും തൻ്റെ ഇല്ലാത്തൊരു ഭർത്താവായിരുന്നു ഔസേപ്പിതാവ്. ശരിയല്ലേ? എത്ര പേരുടെ മുമ്പിൽ നാണം കെട്ടവനെ പോലെ പോയി മുട്ടി. എൻ്റെ ഭാര്യയ്ക്കൊരു സ്ഥലം താ കിട്ടിയോ? നാട്ടുകാരുടെ മുമ്പില്, വീട്ടുകാരുടെ മുമ്പില് നാണം കെട്ടവനെ പോലെ ഓരോ വാതിൽക്കലും മുട്ടി നിൽക്കേണ്ടി വന്നവൻ ഔസേപ്പിതാവ്. നിങ്ങൾ ചിന്തിക്കണം, സന്തോഷത്തോടെയല്ല അവൻ അവന്റെ കൊച്ചിനെ സ്വീകരിക്കണേ. അവന്റെ ജീവിതത്തിൽ ഒത്തിരി നൊമ്പരങ്ങളാ, വേദനകളാ, സങ്കടങ്ങളാ. അവിടേക്കാ ക്രിസ്തു തന്നെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് തന്നെയാ. നിന്റെ നൊമ്പരത്തിലേക്ക്, സങ്കടത്തിലേക്ക്, പ്രശ്നത്തിലേക്ക്, ആരോടും പറയാത്ത നിന്റെ സങ്കടങ്ങളുടെ വിലാപത്തിന്റെ കണ്ണുനീരിലേക്ക് ദൈവം കടന്നു വരും.